നമസ്കാരം, പ്രവാസി മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകൾ നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി ലഭിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം സാനയിലെ ജയിലിൽ എത്താനാണ് ജയിൽ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും മകളും തമ്മിലുള്ള കൂടിക്കാഴ്ച. ശനിയാഴ്ചയാണ് പ്രേമകുമാരിയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും യമനിലെ ബിസിനസ്സുകാരനുമായ സാമുവൽ ജെറോമും കൊച്ചിയിൽ നിന്ന് യമൻ തലസ്ഥാനമായ എയ്ഡനിലേക്ക് വിമാനം കയറിയത്. ഹൂതികൾക്ക് മുൻതൂക്കമുള്ള മേഖലയായ സനയിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. അവിടേക്കുള്ള അനുമതി കിട്ടിയ ശേഷമാണ് പുറപ്പെട്ടത്. എയ്ഡനിൽ നിന്ന് റോഡ് മാർഗം 12 മണിക്കൂർ യാത്ര ചെയ്ത് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ ഇരുവരും സനയിലെത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെയും കാണും. 3 മാസത്തെ യമൻ വിസയാണ് പ്രേമകുമാരിക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പ്രേമകുമാരിയും ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും യമനിലെ അതേ നഗരത്തിലെത്തിയത്. സനയിലെ എയർലൈൻ കമ്പനി സിഇഒ കൂടിയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗമായ തമിഴ്നാട് സ്വദേശി സാമുവൽ ജെറോം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജയിലിൽ എത്താനാണ് യമൻ അധികൃതർ പ്രേമകുമാരിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 11 വർഷത്തിന് ശേഷമാണ് പ്രേമകുമാരി മകളെ കാണുന്നത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയ്ക്കും ശ്രമം നടക്കുന്നുണ്ട്. ബ്ലഡ് മണി നൽകി ഇരയുടെ കുടുംബവുമായി ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ശ്രമം. ബന്ധുക്കൾ മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും. യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ എതിർപ്പായിരുന്നെങ്കിലും ഡൽഹി ഹൈക്കോടതിയുടെ അനുകൂല നിലപാടാണ് നിർണായകമായത്. സനയിൽ വിമതരുടെ ഭരണമാണെന്നും സുരക്ഷ ഉറപ്പു നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു കേന്ദ്ര നിലപാട്. യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമ്മ കേന്ദ്രത്തിന് കൈമാറണമെന്നും സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് യമനിലേക്ക് പോകുന്നതെന്നും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പ്രതിസന്ധികൾ മറികടന്ന് പാലക്കാട് കൊല്ലംകോട് സ്വദേശിയായ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ 2017 നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. നിമിഷയുടെ ഭർത്താവാണ് തലാൽ. എന്നാൽ ഇത് സാങ്കേതികമായ വിവാഹം മാത്രമാണ് നടന്നതെന്നും പറയുന്നു. 2017 ജൂലൈ 25 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സനയിൽ ഒരു ക്ലിനിക്കൽ നഴ്സായിട്ടായിരുന്നു നിമിഷ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഭർത്താവ് യമനിൽ വെൽഡറായി ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ഇരുവരുടെയും കുറഞ്ഞ സാലറിയും 1.5 വയസ്സുള്ള മകളുടെ ഭാവിയും ഒക്കെ നോക്കി 2014 ഏപ്രിൽ നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു. 2014 നിമിഷ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുമായി പരിചയപ്പെടുന്നത്. നിമിഷയും ഭർത്താവും യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആലോചനയിടുന്നു. പക്ഷേ യമനിൽ ക്ലിനിക്കിന് ലൈസൻസ് ലഭിക്കാൻ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമായതോടെ പരിചയക്കാരനും യമൻ പൗരനുമായ തലാലിനെ നിമിഷപ്രിയ നിർദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ നിമിഷ ലൈസൻസിന് തലാലിന് സഹായം തേടിയിട്ടില്ല എന്നാണ് ഭർത്താവ് ടോമി പറയുന്നത്. അങ്ങനെ നിമിഷ 2015 ക്ലിനിക് ആരംഭിക്കുന്നു. എന്നാൽ യമനിൽ ആഭ്യന്തര യുദ്ധ പ്രഖ്യാപനമുണ്ടായ സാഹചര്യത്തിൽ പുതിയ വിസയ്ക്ക് അനുമതി ഇല്ലാതായതോടെ നിമിഷയുടെ ഭർത്താവിനും കുട്ടിക്കും തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് തലാലിന്റെ ഉപദ്രവം ആരംഭിക്കുന്നത്. ശാരീരിക ആക്രമണവും സുഹൃത്തുക്കൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നിമിഷ പറയുന്നുണ്ട്. 2017 ജൂലൈയിൽ മയക്കുമരുന്ന് കുത്തിവെച്ചാണ് നിമിഷ തലാലിനെ കൊല്ലുന്നത്. എന്നാൽ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട് വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും നിമിഷ പറഞ്ഞിരുന്നു. തന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ജയിൽ വാർഡൻ തലാലിൽ നിന്ന് രക്ഷപ്പെടാൻ പാസ്പോർട്ട് സ്വന്തമാക്കണമെന്നും അവനെ മയക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞു. അവസരം ലഭിച്ചപ്പോൾ നിമിഷ തലാലിന്റെ മേൽ കെറ്റാമൈൻ എന്ന മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അയാൾ മയങ്ങി വീണെങ്കിലും മരിക്കുകയായിരുന്നു. ഭയപ്പെട്ട നിമിഷ അവളെ സുഹൃത്തായ ഹനാനെ വിളിക്കുകയും തലാലിന്റെ മൃതദേഹമാറ്റം നിർദ്ദേശിച്ചതിനെ തുടർന്ന് മൃതദേഹം വെട്ടിമാറ്റി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ നാട് ഹൂതി വിമതരായ ഇസ്ലാമിക ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണിവർ. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ അവരെ പ്രകോപിപ്പിക്കുന്നത് കൊലപാതക ശേഷം മൃതദേഹം വികൃതമാക്കിയെന്ന കുറ്റമാണ്. ദയാദനം സ്വീകരിക്കുന്ന കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിലെ 2 അംഗങ്ങളാണ് എതിർ നിൽക്കുന്നത്. ഈ 2 പേരൊഴികെ മറ്റുള്ളവരുടെ സമ്മതം ലഭിച്ചിരുന്നു.